ഒരുപാട് പ്രവാസികൾക്ക് ആശ്വാസമായിട്ട് കേരള ഗവൺമെന്റ് അവതരിപ്പിച്ച ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു നോർക്കയുടെ അണ്ടറിൽ വരുന്ന നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ആ ഹെൽത്ത് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്തിട്ട് കാർഡ് ലഭിച്ചവരുണ്ടായിരിക്കാം. പക്ഷേ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് ഉള്ളത്, എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് ഇല്ലാത്തത് എന്നുള്ളൊരു കമ്പാരിസൺ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ വീഡിയോയിൽ എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റ നമ്മൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യണം. പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ വേണ്ട 10 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കമ്പയർ ചെയ്യുന്നത്. അതിൽ ചില ഫീച്ചേഴ്സുകൾ നോർക്കക്ക് പോസിറ്റീവായിട്ടുണ്ടാവാം, ചില കേസുകൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിന് പോസിറ്റീവായിട്ടുണ്ടാവാം. ഇത് നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനോ ഉള്ള റെക്കമെൻഡേഷൻസ് അല്ല. ഇതിൻ്റെ നോളേജ് നേടിയെടുക്കുക, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഈ വീഡിയോ ഒരു ഹെൽപ്പ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് റൂം റെന്റ് ലിമിറ്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള റൂംസേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ നമുക്ക് സിംഗിൾ പ്രൈവറ്റ് AC റൂമോ അല്ലെങ്കിൽ ഡീലക്സ് റൂമോ അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് സ്യൂട്ട് റൂമിലോട്ടോ ഹയർ എമൗണ്ട് ഉള്ള റൂമുകളിലോട്ടോ നമുക്ക് പോവേണ്ടി വരും. അപ്പോൾ ഒരു റൂം റെൻറ്റിന് ഒരു ക്യാപ്പ് വന്നു കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലിമിറ്റിന് മുകളിലുള്ളത് നമ്മൾ അടക്കേണ്ടി വരും. നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിൽ റൂം റെൻറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1% ഓഫ് സം ഇൻഷുർഡ് ആണ്. അതായത് നമുക്കറിയാം നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് തരുന്നത് 5 ലക്ഷത്തിൻ്റെ പോളിസി ആണെന്നറിയാം. 5 ലക്ഷത്തിൻ്റെ 1% എന്ന് പറയുന്ന 5000 രൂപയാണ് അവർ റൂം റെൻറ്റ് ലിമിറ്റായിട്ട് തരുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന റൂം 8000ൻ്റെ റൂമാണെന്ന് വിചാരിക്കുക. ഒരു ഡിലക്സ് റൂം എടുത്തു അല്ലെങ്കിൽ ഒരു സ്യൂട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ 5000 രൂപ നോർക്ക കെയർ ഇൻഷുറൻസ് അടക്കും, ബാക്കി 3000 രൂപ നമ്മുടെ പോക്കറ്റ് നടക്കണം. അതുപോലെ അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ICU ചാർജസ്. നമുക്കൊരു ക്രിട്ടിക്കൽ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ നോർമലി ICUലോട്ട് പോകുന്നത്. അപ്പോൾ ICUവിൻ്റെ ചാർജസ് എന്ന് പറയുന്നത് 2% ആണ്. അതായത് 10,000 റുപ്പീസാണ് ICUവിന് പെർ ഡേ ലിമിറ്റായിട്ട് നോർക്ക കെയറിൽ കിട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ അതർ സൈഡ്, ഈ സൈഡിലുള്ളത് എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് നോ റൂം റെൻറ്റ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ റൂം റെൻറ്റ് അറ്റ് ആക്ച്വൽസ് എന്ന് പറയുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂമാണോ അവൈലബിൾ ആയിട്ടുള്ളത്, 15,000ൻ്റെ റൂമോ 18,000ൻ്റെ റൂമോ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ, നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ വലിയ മെട്രോ നഗരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം ആണെങ്കിലും അല്ലെങ്കിൽ കൊച്ചി, കോഴിക്കോട് ഇത്തരത്തിലുള്ള നഗരങ്ങളിലെല്ലാം നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ റൂം റെൻറ്റ് തന്നെ വളരെ വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് റൂം റെൻറ്റിന് ലിമിറ്റ് ഒഴിവാക്കിയിട്ട് വേണം എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട്. നോർക്ക കെയറിൽ റൂം റെൻറ്റിനും അതേപോലെ ICUവിനും ലിമിറ്റ് ഉണ്ട്. റൂം റെൻറ്റിന് 5000 രൂപയും ICUവിന് 10000 രൂപയാണ് കിട്ടുന്നത്. അതിൽ കൂടുതൽ വരുന്ന എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ചെക്ക് പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നമുക്കറിയാം ഇന്ന് വളരെ മോഡേൺ മെഡിസിൻ്റെ കാലഘട്ടത്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് രാവിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട്, ചില സർജറികളെല്ലാം പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം വീട്ടിലോട്ട് വരാൻ വേണ്ടി പറ്റും. നമ്മൾ ഹോസ്പിറ്റലിൽ 24 hours കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കേസസിൽ നമുക്ക് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് സൈഡിലുള്ളത് എൻ്റെ പ്രൈവറ്റ് പോളിസിയാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കവേർഡ് അപ് ടു സം ഇൻഷുർഡ്. ഞാൻ എത്രയാണോ പോളിസി എടുത്തിട്ടുള്ളത് അത്രയും എമൗണ്ട് കവർ ചെയ്യും. നിങ്ങൾക്ക് അറിയാം, ഞാനിവിടെ എടുത്തിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് 50 lakhsൻ്റെ പോളിസിയാണ്. സോ എനിക്ക് 50 lakhs വരെയുള്ള കവറേജ് എനിക്കൊരു ഡേ കെയർ പ്രൊസീജിയറിൽ ലഭിക്കുന്നുള്ളതാണ്. ഇനി നോർക്ക കെയറിലോട്ട് പോകുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ബേസായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട്
ഒരു ഡോക്യുമെന്റിലും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് നമ്മുടെ സം ഇൻഷോർഡ് വരെ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരുന്ന പോളിസി വരെ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റും ഉണ്ടാകാം. പക്ഷെ അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. ജസ്റ്റ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ സം ഇൻഷോർഡ് വരെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി കുറവ് നോർക്ക കെയറിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി നമ്മുടെ മൂന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. നമുക്കറിയാം, നമ്മുടെ ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചില പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ചില ലാബ് പോലത്തെ ടെസ്റ്റുകൾ, ചില ചെക്കപ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻസ് വരും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ല് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ്സുകൾ, അതായത് ആഫ്റ്റർ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി നമ്മൾ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചില ട്രീറ്റ്മെൻറ്റ്സുകൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി നമ്മൾ ആ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് അതിനൊരു ചാർജ് വരും. അപ്പോൾ ആ ചാർജ് കവർ ചെയ്യുമോ എന്നുള്ളതാണ്. അതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ട്രീറ്റ്മെൻറ്റിന് മുന്നേയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും. അതിൽ എൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ 60 ദിവസം ട്രീറ്റ്മെൻറ്റിന് മുന്നേയുള്ള 60 ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷനും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള, അതായത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസത്തെ കവറേജും എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അതിൻ്റെ എക്സ്പെൻസ് കവർ ചെയ്യുന്നുള്ളതാണ്. എന്നാൽ നോർക്ക കെയറിൻ്റെ അവൈലബിൾ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് 30 ഡേയ്സ് ഓഫ് പ്രീ ഹോസ്പിറ്റലൈസേഷനും 60 ഡേയ്സ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനുമാണ്. അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ 1 മാസം മുന്നേയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള 2 മാസമാണ് ഇത് കവർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസുകളിൽ ട്രീറ്റ്മെൻറ്റ് മുന്നേയുള്ള 2 മാസവും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള 6 മാസത്തെ ചെലവും എടുക്കും. അങ്ങനെ നോക്കുമ്പോൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നോർക്ക കെയറിനെ അപേക്ഷിച്ച് ഒരു ബെറ്റർ ഡീലായിട്ട് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ചെക്ക് പോയിന്റ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ കൺസ്യൂമബിൾ കവർ. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കൺസ്യൂമബിൾ, അതായത് ഈ 1 ടൈം യൂസ് ആയിട്ട് വരുന്ന സിറിഞ്ച്, ഗ്ലൗസ്, സ്റ്റെറിലൈസർ, എന്തെങ്കിലും സർജിക്കൽ ആയിട്ട് വരുന്ന ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, സർജറി വന്നു കഴിഞ്ഞാൽ ആ സർജറി റൂമിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന 1 ടൈം യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാവും. അതാണ് കൺസ്യൂമബിൾ എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ നമ്മുടെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇപ്പം എത്രയാണോ എൻ്റെ സം ഇൻഷുർഡ് അത്രയും എമൗണ്ടിനുള്ള കൺസ്യൂമബിൾ ഉണ്ടെങ്കിൽ അത്രയും കവർ ചെയ്യപ്പെടുന്ന അർത്ഥം. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 1 യൂസ് ആൻഡ് ത്രോ ഐറ്റംസ് കവർ ചെയ്യുന്ന അർത്ഥം. എന്നാൽ നോർക്ക കെയറിൽ കൺസ്യൂമബിൾ കവറിനെ കുറിച്ചിട്ട് ഒരു ക്ലോസും എവിടെയും പറഞ്ഞതായിട്ട് കണ്ടില്ല. ഓക്കെ, കൺസ്യൂമബിൾ കവർ ചെയ്യുമെന്നോ കൺസ്യൂമബിൾ കവർ ചെയ്യില്ല എന്നോ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞതായിട്ട് കാണുന്നില്ല. സോ കൺസ്യൂമബിൾ കവർ ചെയ്യില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻഷുറൻസ് പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ് ചെക്ക് നമ്പർ 5 എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്സ് എന്ന് പറയും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 50 lakhs ഒരു പോളിസി എടുത്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് നാളെ ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് 50 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇൻഷുറൻസ് കമ്പനി ഇതിനെ റീസ്റ്റോർ ചെയ്യപ്പെടും. അതായത് അടുത്ത ഒരു 50 lakhs കൂടി തരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈക്വൽ ടു 100% ഓഫ് ബേസ് സം ഇൻഷുർഡ്. എൻ്റെ ബേസ് സം എന്ന് പറഞ്ഞാൽ 50 lakhs ആണ്. അപ്പോൾ എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു 50 lakhs കൂടെ ലഭിക്കും. നോർക്ക കെയറിൽ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്സ് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് നോർക്ക കെയറിൽ അതായത് 5 lakhs കവറേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 5 lakhs കിട്ടുന്ന ഒരു കേസ് വരുന്നില്ല എന്നാണ് അർത്ഥം. ഇനി ചെക്ക് പോയിന്റ് നമ്പർ 6 കോ പേയ്മെന്റ് എന്ന് പറയും. കോ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ക്യാഷ് അടക്കണമെന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഇൻഷുറൻസ് പറയും 10% നിങ്ങൾ അടക്കണം, 20% നിങ്ങൾ അടക്കണം, അല്ലെങ്കിൽ 25,000 രൂപ നിങ്ങൾ അടക്കണം, 30,000 രൂപ നിങ്ങൾ അടക്കണം, ബാക്കി ഞങ്ങൾ അടക്കാം എന്നുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പറയും. അങ്ങനെയുള്ള പോളിസികളുണ്ട്, ഇല്ലാത്ത പോളിസിയുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ പ്രൈവറ്റ് പോളിസിയിൽ ഞാൻ എടുത്തുള്ള അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് 0. അതായത് ഞാൻ ഒന്നും അടക്കുന്നില്ല, എല്ലാം ഇൻഷുറൻസ് കമ്പനി അടക്കുന്നതാണ്. നോർക്ക കെയറിലോട്ട് വരുമ്പോൾ നോ കോ പേയ്മെന്റ് എന്നാണ് ഇതിന് പറയാം. ഒരു കോ പേയ്മെന്റ് ക്ലോസ് എവിടെയും എഴുതി കാണുന്നില്ല. സോ ഐ അസ്യൂം
ഇതിലും കോ പേയ്മെന്റ് ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു. നോർമലി കോ പേയ്മെന്റ് ഉണ്ടെങ്കിൽ പോളിസിയിൽ അത് എടുത്ത് പറയും കോ പേയ്മെന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെയും നോർക്ക കെയറിലും കോ പേയ്മെന്റ് ഇല്ല എന്നുള്ള അസംഷൻ ആണ് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നത്. അതായത് ഈ ഒരു പെർസ്പെക്റ്റീവില് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസും നോർക്കയും സെയിം റാങ്കിങ്ങിൽ വരും. അതായത് രണ്ടിലും കോ പേയ്മെന്റ് ഇല്ല എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. ഇനി ചെക്ക് പോയിന്റ് നമ്പർ 7, നമുക്കറിയാം ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് 10 ലക്ഷത്തിൻ്റെയും 25 ലക്ഷത്തിൻ്റെയും 50 ലക്ഷത്തിൻ്റെയും 1 CR 2 CR ഒക്കെ പ്ലാൻസുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു 4 മെമ്പർ ഫാമിലിയാണെന്ന് വിചാരിക്കുക. ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 മക്കള് ഉണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരാൾക്ക് ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞ ഒരു കണക്കിലെടുത്താൽ ഒരു 20 ലക്ഷത്തിന്റെ പോളിസി എങ്കിലും, അല്ലെങ്കിൽ പോട്ടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷത്തിന്റെ പോളിസി എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നോർക്ക കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 5 lakhs ഫ്ലോട്ടർ പ്ലാൻ ആണ്. അതൊരു ഫാമിലിക്ക് 5 lakhsന്റെ പ്ലാൻ ആണ്. 5 lakhs പെർ മെമ്പർ എന്നുള്ള രീതിയിൽ കിട്ടും. എന്നാൽ നമുക്കൊരു ഹയർ എമൗണ്ട്, ഒരു ട്രീറ്റ്മെന്റ് ഹയർ എമൗണ്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 25 lakhsോ 30 lakhsോ എന്തെങ്കിലും ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനോ അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ എമൗണ്ട് തികയാതെ വരും. അതായത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല എന്നർത്ഥം. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ നോക്കിയിട്ട്, നമ്മൾ എത്ര മെമ്പർ ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്കൊരു പോളിസിൻ്റെ ഒരു എമൗണ്ട് ചൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഫിക്സഡ് എമൗണ്ട് ആണ്, നമുക്ക് എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം എന്നുള്ളതാണ്. നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പയർ ചെയ്ത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നോർക്ക കെയറിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വേ ഓഫ് ആണ്. അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് 30 days വെയിറ്റിംഗ് പീരീഡ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് കാണാൻ പറ്റും എൻ്റെ പോളിസിയിലുള്ള നോർമലായിട്ട് വരുന്ന വെയിറ്റിംഗ് പീരീഡ് 1 year 2 year 3 years പോലെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നോർമലി നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകളായിട്ടുള്ള ആസ്മ, ഡയബറ്റിക്സ്, കൊളസ്ട്രോള്, അതേപോലെ തൈറോയിഡ് റിലേറ്റഡ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം, ഇത്തരത്തിലുള്ള ഡിസീസുകളുടെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് 30 ദിവസം വരെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു ഫീച്ചറാണ് നോർക്ക കെയറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇത് ഡെഫിനറ്റ് ആയിട്ടും നോർക്ക കെയറിൻ്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇനി ചെക്ക് പോയിന്റ് നമ്പർ 9, അതായത് നോർക്ക കെയറിൽ നമുക്ക് ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങളൊരു പ്രവാസിയാണ്, നിങ്ങൾക്ക് നോർക്ക ID കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ നിങ്ങൾക്ക് ഈ പോളിസിയിൽ ചേരാമെന്നുള്ളതാണ്. 70 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ 70 വയസ്സിന് മുന്നേ ജോയിൻ ചെയ്തു, നിങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു വരുന്നു, അതിനുശേഷം നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 70 വയസ്സിന് മുന്നേ ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. എന്നാൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഏത് ഏജിൽ വേണമെങ്കിലും ഇന്ന് നമുക്ക് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ് ആണ്, ഏജ് കൂടുന്നതനുസരിച്ച് പ്രീമിയത്തിലുള്ള ഇൻക്രിമെൻറ്റും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ വരും. അടുത്തത് ചെക്ക് പോയിന്റ് നമ്പർ 10. നമുക്കറിയാം നമ്മുടെ വിദേശത്ത് നിൽക്കുന്നവർ നാട്ടിൽ ചില ചികിത്സക്ക് വരുന്നു, അല്ലെങ്കിൽ മിക്ക അസുഖങ്ങൾ അവിടെ തന്നെ കുറേയൊക്കെ ട്രീറ്റ് ചെയ്ത് പോകും. വളരെ ആവശ്യമായിട്ട് വരുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. സോ ചില വർഷങ്ങളിൽ നമുക്ക് ക്ലെയിം ഇല്ല. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് കുറേ പേര് അറിയാം, 4-5 വർഷങ്ങളായിട്ട് അവർ റിന്യൂ ചെയ്ത് ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ എനിക്കറിയാം പ്രൈവറ്റായിട്ട്. സോ അങ്ങനെ വരുന്നവർക്കുള്ള പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിലെ വളരെ വലിയൊരു ഫീച്ചറാണ് പ്ലസ് ബെനിഫിറ്റ്. അതായത് ബോണസ് അവർക്ക് ആഡ് ആകും, നോ ക്ലെയിം ബോണസ് പോലെ അവർക്ക് ആഡ് ആകും. 50%, ഇപ്പം എൻ്റെ പോളിസിയിലുള്ള 50% ബേസ് സം ഇൻഷുർഡ്, മാക്സിമം അപ് ടു 100%. അതായത് 50 lakhs എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം എനിക്ക് ക്ലെയിം ഇല്ല എങ്കിൽ അടുത്ത വർഷം 50 lakhsന്റെ 50% എന്ന് പറയുമ്പോൾ 25 lakhs. അപ്പോൾ 50 lakhs പ്ലസ് 25 lakhs 75 lakhs ആയിട്ട് എൻ്റെ സം ഇൻഷുർഡ് മാറും എന്നർത്ഥം. എന്നാൽ നോർക്ക കെയറിൽ അങ്ങനെ ഒരു നോ ക്ലെയിം ബോണസ് നമുക്ക് തരുന്ന ഒരു ഫീച്ചർ ഇല്ല എന്നർത്ഥം. ഇനി നമ്മൾ കേരളത്തിലോട്ട് ഇപ്പോൾ പ്രവാസിയായിരിക്കുന്നു, നിങ്ങൾ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാലും ഈ പോളിസികളെ നിങ്ങൾക്ക് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതേസമയം നമുക്കറിയാം ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് വേറെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നോർക്കൻ്റെ ഇൻഷുറൻസ് അങ്ങനെ ഒരു പോർട്ടിംഗ് ഫെസിലിറ്റിനെ കുറിച്ച് ഇതുവരെ എവിടെയും മെൻഷൻ ചെയ്ത് കാണുന്നില്ല. അതിൻ്റെ ജനറൽ ആയിട്ട് മനസ്സിലാകുന്നത് ഇത് പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസും 2 സൈഡിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഇതിൽ ഏറ്റവും മികച്ച ഓപ്ഷൻസ് ഏതാണെന്നുള്ളത്.
എന്നാലും ഞാൻ എൻ്റെ ഒരു ഇൻഫറൻസും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിലെ വെയിറ്റിംഗ് പീരീഡ് വൈവ് ഓഫ് ചെയ്ത് കിട്ടുന്നു, അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ കിട്ടുന്നു എന്നുള്ളത് നോർക്ക കെയറിന്റെ ഒരു പോസിറ്റീവാണ്. അതേസമയം ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഇല്ല, കോ പേയ്മെന്റിനെ കുറിച്ചൊരു ക്ലോസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ റൂം റെന്റിന് ലിമിറ്റ് 1% ഉണ്ട്, ICUവിന് 2% ലിമിറ്റുകൾ ഉണ്ട്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നോർക്ക കെയർ എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ താഴെയാണ് നിൽക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഓക്കെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് നോർക്കനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ചാർജസ് അധികമാവണ്ടേ എന്നുള്ളൊരു ഡൗട്ട് വരും. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പോളിസി ഡോക്യുമെന്റിലെ കൊട്ടേഷൻ എടുപ്പിക്കുകയും, അതായത് 2 അഡൾട്ടും 2 ചിൽഡ്രനും വരുന്ന ഒരു 5 ലക്ഷത്തിന്റെ സം ഇൻഷുർഡ് പോളിസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ഞാൻ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നോർക്ക കെയർ 2 അഡൾട്ടിനും 2 ചിൽഡ്രനും 5 ലക്ഷം സം ഇൻഷുർഡിന് കൊടുക്കുന്നത് 14,000 റുപ്പീസ് ആണ് നമ്മൾ സം ഇൻഷുർഡിന് പേയ്മെന്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇതേ 2 അഡൾട്ടിനും 2 ചിൽഡ്രനും അടങ്ങുന്ന ഒരു ഫാമിലിക്ക് 5 lakhs പോളിസി എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിനേക്കാളും ഒരു ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നു. അതായത് 1,000 to 2,000 എമൗണ്ട് ലെസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഒരു 12,000 റേഞ്ചിൽ നമുക്ക് ഈ പോളിസി കിട്ടുന്നു എന്നർത്ഥം. അതായത് അപ്പോൾ കോസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാലും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വരുന്നത്. ഇത് നോർക്കയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, നോർക്ക റൂട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫാമിലി ഫ്ലോട്ടർ പ്ലാനിന് വരുന്നത്, അതായത് ഒരു ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികളടക്കം വരുന്ന ചാർജ് എന്ന് പറയുന്നത് 13,411 റുപ്പീസ് ആണ്. ഓരോ അഡീഷണൽ ചൈൽഡിനും 4,130 റുപ്പീസ് എക്സ്ട്രാ വരും എന്നുള്ളതാണ്. ഓക്കെ, സോ 13,400 റുപ്പീസ് ആണ് ഒരു ഫാമിലിക്ക് വരുന്നത്. ഇനി ഇതേ കമ്പാരിസൺ നമ്മളൊരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ നോക്കാം. അതായത് 5 lakhs ആണ് ഇവിടെ കിട്ടുന്ന സം ഇൻഷുർഡ്. ഇതേ കണ്ടീഷൻസിൽ അവിടെ എന്ത് പ്രൈസ് വരുന്നു എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു കൊട്ടേഷൻ എടുത്തു. അതിൽ 2 അഡൾട്ട് 2 ചൈൽഡ് 30-25 ഇയേഴ്സ് വരുന്ന ഒരു കപ്പിൾ, അവർക്ക് 2 മക്കൾ 5 years and 2 years. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഡക്റ്റബിൾ ആഡ് ചെയ്തു. ഇതെല്ലാം ആഡ് ഓൺസ് ആണ്. ഡിഡക്റ്റബിൾ ആഡ് ചെയ്തു, അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആഡ് ചെയ്തു. അതായത് 5 lakhs കഴിഞ്ഞാൽ വീണ്ടും 5 lakhs റീസ്റ്റോർ ചെയ്യപ്പെടും. ഈ ഫീച്ചേഴ്സ് നമുക്ക് നോർക്ക കെയറിൽ ഇല്ല. അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള എൻ്റെ പോളിസി ഡോക്യുമെന്റിലുള്ള അതേ ഫീച്ചേഴ്സ് ഞാൻ എന്ത് ചെയ്തു, ഈ 5 lakhs കൂടി ആഡ് ചെയ്തു. അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് 5 lakhs ഒരു കപ്പിളിന് വരുന്നത് 12,456 റുപ്പീസ് ആണ്. ഏകദേശം 1000 രൂപയോളം പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കുറവാണ്. 10 lakhs വരുമ്പോൾ 15,125 റുപ്പീസ് ആണ് വരുന്നത്. എന്നാൽ ഇതേ 10 lakhs നമുക്ക് നോർക്ക കെയറിൽ എടുക്കാൻ സാധിക്കില്ല. കാരണം നോർക്ക കെയറിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 5 lakhs ആണ്. അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഇല്ലതാനും. ഇവിടെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉണ്ട്. അതായത് ആ എമൗണ്ട് എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടും. ഇപ്പൊ പ്രൈസ് വൈസ് നോക്കിക്കഴിഞ്ഞാലും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നോർക്കന്റെ കെയറിന്റെ ഇൻഷുറൻസിനേക്കാളും ഒരല്പം ചീപ്പാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യമാണ് ഇത്. ഒരിക്കലും നിങ്ങൾ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതിന് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ നോർക്ക എടുക്കണം എന്നുള്ളതിന് ഒരു റെക്കമെൻഡേഷൻസോ അല്ല. 2 സൈഡിൽ വെച്ച് നമ്മൾ 2 കമ്പാരിസൺ നടത്തി നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ യോജിക്കുന്നത് ആ ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഡെഫിനറ്റായിട്ടും ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതോടുകൂടി മാത്രമേ ഇൻഫോർമേറ്റീവ് വീഡിയോ മറ്റുള്ളവരിലോട്ടും യൂട്യൂബിൻ്റെ അൽഗോരിതം എത്തിക്കപ്പെടുകയുള്ളൂ. എന്നാൽ അതേസമയം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിന് കൂടുതൽ ലൈക്ക് ഓഫ് കോഴ്സ് കിട്ടാറുണ്ട്, പക്ഷേ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് എപ്പോഴും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമൻറ്റിൽ ചേർക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത ആഴ്ച മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.